UDFിന്റെയും BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും എതിർപ്പ് തള്ളി ഹിന്ദു സമുദായ സംഘടനാ പ്രതിനിധികളെ അണിനിരത്തി സർക്കാർ ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിച്ചു. ഇനി അറിയേണ്ടത് അയ്യപ്പ സംഗമം വോട്ടാകുമോ എന്നതാണ്. കേരളത്തിലെ സംഘപരിവാറുകാരെ തള്ളി നരേന്ദ്രമോദിയുടെ പിൻഗാമി എന്നുപോലും കാണുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിച്ചു. മന്ത്രി VN വാസവൻ തന്നെ ആ കത്ത് വായിച്ചത് കേരള BJPക്കുള്ള മറുപടി കൂടിയായിരുന്നു. ഹിന്ദുക്കളുടെ കുത്തക തങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന സംഘപരിവാർ സംഘടനകളെ ആകെ മറുപക്ഷം നിന്നിട്ടും പ്രധാന ഹിന്ദു സമുദായ സംഘടനകളെല്ലാം സംഗമത്തിൽ പങ്കെടുത്തു. ശബരിമല യുവതീ പ്രവേശന വിവാദ കാലത്ത് ഇടതുചേരിയുടെ നവോത്ഥാന നിലപാടിനൊപ്പം നിന്ന SNDPയും KPMSും അടക്കമുള്ള പ്രധാന സമുദായ സംഘടനകൾ മാത്രമല്ല, അന്ന് മറുചേരിയിൽ നിന്ന് സർക്കാരിനെ എതിർത്ത NSS പ്രതിനിധിയും യോഗത്തിലെത്തി. മകൻ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJS മറുപക്ഷം നിൽക്കുമ്പോഴും വെള്ളാപ്പള്ളി വേദിയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ കാറിലാണ്. സംഘപരിവാറിനൊപ്പമല്ല കേരളത്തിലെ ഹിന്ദു സംഘടനകളെന്ന രാഷ്ട്രീയ മറുപടിയാണ് ഇടതു സർക്കാർ നൽകിയത്. ഒപ്പം എല്ലാ കാലവും സമുദായ സംഘടനകളെ ഒപ്പം നിർത്തുന്ന UDFിനുള്ള മുന്നറിയിപ്പും. യുവതീ പ്രവേശന കാലത്തെ നവോത്ഥാന നിലപാടുകൾ മടക്കി പെട്ടിയിൽ വെച്ചോ എന്ന ന്യായമായ ചോദ്യമുയരാതെ സമ്മേളനം നടത്താനായെന്നതും സർക്കാരിൻ്റെ തന്ത്രപരമായ വിജയമാണ്. ശബരിമല വികസനം എന്ന അജണ്ട ഉയർത്തിയായിരുന്നു സർക്കാർ നീക്കം. അയ്യപ്പ വിശ്വാസികളെയും ഹിന്ദു സമുദായ സംഘടനകളെയും അണിനിരത്തിയ ഇടതു പാർട്ടികൾക്ക് ഇത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ?